ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം ആകാരം ശാന്തഃ, വിഷ്ണവോഹ ആകാരം ശാന്തഃ. ആകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപമെന്നും ശരീരം എന്നും അർത്ഥമുണ്ട്. ഭഗവാന്റെ ആകാരം, ആ രൂപം എന്ന് പറയുന്നത് ശാന്തമാണ്, അഥവാ പരിപൂർണമായ ശാന്തതയാണ് ഭഗവാന്റെ ശരീരത്തിൽ അഥവാ ആ രൂപത്തിൽ വിളയാടുന്നത്. പിന്നെയോ ഭുജഗശയനം, ഭുജകം, ഭുജഗ സർപ്പഃ, സർപ്പശയനം, ശയനം കിടപ്പ്. ഭഗവാൻ സർപ്പോപരി ശയനം കരോതി, ഭഗവാൻ കിടക്കുന്ന എവിടെയാണ്? ആദിശേഷോപരി. ഭഗവാന്റെ മെത്ത എന്ന് പറയുന്നത് ഭുജകം, ഭുജഗശയനം, ഭുജകം ശയനമായിട്ടുള്ളവൻ, ശയ്യ ആയിട്ടുള്ളവൻ, ഭുജഗശയനം. അഥവാ ഭഗവാൻ ഭുജഗോപരി, സർപ്പോപരി. ആ സർപ്പത്തിൻ്റെ നാമമാണ് ശേഷസർപ്പ, ആദിശേഷ. ഭഗവാൻ ആദിശേഷോപരി, സർപ്പോപരി ആദിശേഷോപരി ശയനം കരോതി. ആദിശേഷൻ്റെ മുകളിൽ കിടക്കുന്നവനും. പത്മനാഭം, പത്മനാഭം നാഭിപ്രദേശേ പത്മം അസ്തി. ഭഗവതഃ നാഭിപ്രദേശം, ഭഗവാന്റെ നാഭിപ്രദേശത്ത് നാഭിയിൽ നിന്നും പത്മം ഇരിക്കുന്നു. പത്മം എന്ന് പറഞ്ഞാൽ താമര. ആ താമരയിൽ നിന്നാണ് ആരുദ്ഭവിക്കുന്നത്? ബ്രഹ്മദേവൻ. അപ്പോൾ ഭഗവതഃ നാഭിപ്രദേശേ പത്മക അസ്തി. പത്മ മീൻസ് താമര. ഭഗവാന്റെ നാഭിപ്രദേശത്ത് താമരയും. സുരേശം, സുരസ്യ ഈശഃ, ദേവതാനാം ഈശഃ, ദേവന്മാരുടെയെല്ലാം ഈശ്വരനായിട്ടുള്ളവനും. അഥവാ ദേവാനാം ദേവഃ, ദേവന്മാരുടെയെല്ലാം സുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവഃ. അപ്പോൾ ദേവാനാം ഈശഃ, ദേവന്മാരുടെയെല്ലാം ഈശ്വരനായിട്ടുള്ളവനും. പിന്നെയോ വിശ്വാധാരം, സഹ ഏവ വിശ്വസ്യ ആധാരഃ, ഭഗവാനേവ വിശ്വസ്യ ആധാരഃ, ലോകസ്യ ആധാരഃ, ലോകത്തിൻ്റെ ആധാരമായിട്ടുള്ളവനും നെടും തൂണായിട്ടുള്ളവൻ എന്നർത്ഥം. സപ്പോർട്ട് ചെയ്യുന്നവൻ, ലോകത്തെ സപ്പോർട്ട് ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പോൾ ലോകത്തിന്, വിശ്വത്തിന് വിശ്വസ്യ ആധാരഃ, ലോകസ്യ ആധാര, ലോകത്തിൻ്റെ ആധാരമായിട്ടുള്ളവനും. ഗഗനസദൃശം, ആകാശസദൃശം, സഹ ആകാശസദൃശഃ ഏവ, സഹ ആകാശസദൃശഃ ഏവ. ഗഗനം, ഗഗനം ആകാശം, ഗഗനസദൃശം ആകാശതുല്യമായിട്ടുള്ള. ആകാശം പ്രത്യേകം എന്താണ്? അതിന് ആദിയോ അന്തമോ ഇല്ല. ആദിരഹിതം അന്തരഹിതം ആകാശ. അതുപോലെ ആദിയും അന്തവും ഇല്ലാത്തവനാണ് ആര്? ഭഗവാൻ. ഭഗവതഃ, ഭഗവാന് അഥവാ ഭഗവാൻ ആദിരഹിത അപിത അന്തരഹിത, ആദിയും അന്തവും ഇല്ലാത്തവനാകുന്നു ആര്?
ഭഗവാൻ വിഷ്ണു ഏതുമാതിരി ആകാശം മാതിരി, ആകാശനാദിയോ അന്തവുമല്ല. അപ്പോൾ ഗഗനസദൃശം, ആകാശസദൃശം ആയിട്ടുള്ളവനും. മേഘവർണം, മേഘസ്യ വർണ്ണം, തസ്യ വർണ്ണം മേഘസ്യ വർണ്ണം, ഭഗവാന്റെ വർണ്ണം എന്ന് പറയുന്നത്, നിറം എന്ന് പറയുന്നത് മേഘസ്യ വർണ്ണം, മേഘത്തിൻ്റെ വർണ്ണത്തോട് കൂടിയവനും. മേഘം എന്ന് പറഞ്ഞാൽ കാർമേഘം, കറുത്തത്. ശ്യാമവർണ്ണം, മേഘത്തിന് തുല്യമായ കറുപ്പ് നിറത്തോടു കൂടിയവനും. ശുഭാംഗം, ശുഭമായ അംഗങ്ങളോട് കൂടിയവനും. തസ്യ അംഗാനി ശുഭഹ, ഭഗവാന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് കല്യാണകം, മംഗളകരം, മംഗളകരമായിട്ടുള്ള, അത് ശുഭമായിട്ടുള്ള അംഗത്തോടു കൂടിയവനും. പിന്നെ ലക്ഷ്മീകാന്തം, ലക്ഷ്മിയാഹ പതിക്ക്, ലക്ഷ്മിയുടെ, മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനും ഭർത്താവായിട്ടുള്ളവനും. ലക്ഷ്മീകാന്തം, ലക്ഷ്മിയാഹ കാന്തഹ, ലക്ഷ്മിയുടെ കാന്തനായിട്ടുള്ളവനും മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനും. കമലനയനം, കമലം താമര, അപ്പം താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും, വിടർന്ന താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും. പിന്നെയോ യോഗി ഹൃദ്യാനഗമ്യം, യോഗി ഹൃദ്യാനഗമ്യം, യോഗി ഹൃദ്യം, ഹൃദയം, ഗമ്യം വരുന്നത്. അപ്പോൾ ഇവിടെ യോഗിനഃ ധ്യാനം കരോതി, ധ്യാനസമയേ തേഷാം ഹൃദയേ യോഗിനഃ ഭഗവന്തം ദർശതി. യോഗിമാർ ധ്യാനസമയത്ത് മനസ്സിൽ ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. അതാണ് ഹൃദയേ ഭഗവാൻ ആഗച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വരുന്നുണ്ട്. യോഗി ഹൃദ്യാനഗമ്യം, ഹൃദ്യാനഗമ്യം, ഹൃദയത്തിൽ ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനസമയത്ത് മനസ്സിൽ ഭഗവാന്റെ ദർശനം അവർക്ക് കിട്ടുന്ന അർത്ഥം. അങ്ങനെയുള്ളവനും യോഗിന ഹൃദയെ ധ്യാനസമയെ ഭഗവാൻ ആഗച്ഛതി, അഥവാ ഭഗവതഃ ദർശനം പ്രാപ്നോതി. യോഗിനഃ ധ്യാനസമയെ തേഷാം ഹൃദയെ ഭഗവതഃ ദർശനം പ്രാപ്നോതി. ധ്യാനസമയത്ത് യോഗികൾ, സന്യാസിമാർ, ഋഷിമാർ അവരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ദർശനം അവർ കാണുന്നു എന്നർത്ഥം. ഭഗവാനെ മനസ്സിൽ കാണുന്നു എന്നർത്ഥം. യോഗി ഹൃദ്യാനഗമ്യം, ഗമ്യം എന്ന് പറഞ്ഞാൽ വരുന്നത്, ആഗച്ഛതി, ഭഗവാൻ ആഗച്ഛതി തേഷാം മനസ്സി, അവരുടെ മനസ്സിൽ എന്നർത്ഥം. പിന്നെയോ വന്ദേ വിഷ്ണു ഭവഭയഹരം, വന്ദേ വിഷ്ണു അവസാനം പറയാം. ഭവഭയഹരം, ഭവസ്യ ദരിസ് ഭവലോകസ്യ ഭയം ഭഗവാൻ നിവാരയതി. ഈ ഭവലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലൗകിക ലോകത്തിൽ, ഈഹലോകത്തിൽ ദുഃഖപൂർണമായിട്ടുള്ള ഈ ലോകത്തിൽ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനന മരണം, അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങളും ഈ ഇഹലോകത്തിൽ, ഈ മെറ്റീരിയലായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ അതിൽ ബോണ്ടഡാണ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിൽ നിന്ന് മോചനത്തിന് എന്ത്? ഭഗവാന്റെ നാമങ്ങൾ, ഈ സഹസ്രനാമ ജപം കൊണ്ട് മുച്യതെ, അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭവഭയഹരം, ഈ ഭവത്തിലുണ്ടാകുന്ന, ഭവലോകത്തിലുണ്ടാകുന്ന ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ ഭയത്തെ ഹനിക്കുന്നവനും ഇല്ലാതാക്കുന്നവനും നിവാരണം ചെയ്യുന്നവനും. പിന്നെയോ സർവലോകൈകനാഥം, ഭഗവാൻ സർവലോകസ്യ നാഥഃ അസ്തി. സർവലോകസ്യ സർവലോകൈകന സർവലോക ഏക
നാഥം. സർവലോകൈക സർവലോക ഏക നാഥം. സർവലോക ഏക നാഥം. സർവലോകസ്യ നാഥः അസ്തി. ഏകനാഥः, ലോകത്തിൻ്റെ ഏകനാഥः, ആ ഒരേ ഒരു നാഥനായിട്ടുള്ളവൻ, സർവലോകത്തിൻ്റെയും ഒരേ ഒരു നാഥനായിട്ടുള്ളവനും. നാഥൻ എന്ന് പറഞ്ഞാൽ രക്ഷകൻ, അല്ലെങ്കിൽ അധിപതി, റൂളർ എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഭരിക്കുന്നവൻ എന്നർത്ഥം, രക്ഷകൻ എന്നർത്ഥം, പ്രൊട്ടക്ടർ എന്നർത്ഥം. അപ്പം സർവലോകത്തിനും ലോകത്തിൻ്റെയും ഏകനാഥൻ, ഒരേ ഒരു നാഥനായിട്ടുള്ളവനും ആയ വന്ദേ വിഷ്ണു. അഹം വന്ദേ, വന്ദേ എന്ന് പറഞ്ഞാൽ അഹം, ഞാൻ വന്ദിക്കുന്നു. വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ആരെ? അത്തരത്തിലുള്ള മഹാവിഷ്ണുവിനെ. വിഷ്ണു വന്ദേ, അഹം വന്ദേ വിഷ്ണു. ഇനി അതൊരിക്കൽ ചൊല്ലാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ഇതിൽ പലതും മുമ്പ് പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. മേഘശ്യാമം, മേഘതുല്യം ശ്യാമവർണം. ഭഗവതക വർണ്ണം, ഭഗവാന്റെ വർണ്ണം എന്ന് പറയുന്നത്, നിറം എന്ന് പറയുന്നത് മേഘതുല്യം ശ്യാമവർണം, മേഘത്തിന് തുല്യമായെങ്കിൽ മേഘത്തിൻ്റെ വർണ്ണം എന്ന് പറയുന്നത് ശ്യാമം, കറുപ്പ്. കൃഷ്ണവർണ്ണം, മേഘശ്യാമം, മേഘസദൃശം ശ്യാമവർണം. കൃഷ്ണവർണം, മേഘത്തിന് തുല്യമായ കറുത്ത വർണ്ണത്തോടു കൂടിയവനും. പീത കൗശേയവാസം, പീതം, പീതവർണ്ണമുള്ള കൗശേയവാസം ധരിച്ചവനും. പീതവർണ്ണം എന്ന് പറഞ്ഞാൽ യെല്ലോ, മഞ്ഞപ്പട്ടുടുത്തവനും. പീത മഞ്ഞ. കൗശേയം, കൗശേയം എന്ന് പറഞ്ഞാൽ പട്ട് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട. വാസം എന്ന് പറഞ്ഞാൽ വസ്ത്രം. സഹ പീത കൗശേയവാസം, പീത കൗശേയ വസ്ത്രം ധരതി. മഞ്ഞപ്പട്ടുടുത്തവനും. പീത എന്ന് പറഞ്ഞാൽ മഞ്ഞ, കൗശേയം എന്ന് പറഞ്ഞാൽ പട്ടുകൊണ്ടുണ്ടാക്കപ്പെട്ട കൗശേയം. വാസം എന്ന് പറഞ്ഞാൽ വസ്ത്രം. തസ്യ വസ്ത്രം പീതവസ്ത്രം കൗശേയവസ്ത്രം, പട്ടുവസ്ത്രം. മഞ്ഞപ്പട്ടുടുത്തവനും. ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന മറുകാൽ അങ്കിതപ്പെട്ട നെഞ്ചോട് കൂടിയവനും. വക്ഷസ്ഥലം നെഞ്ച്. ഭഗവാന് മാറിൽ ശ്രീവത്സം എന്ന മറുക് ശോഭിക്കുന്നു എന്നർത്ഥം. ശ്രീവത്സാംഗം, അങ്കയതി എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തിയ അങ്കയതി. ശ്രീവത്സം എന്ന മറുകാൽ അടയാളപ്പെടുത്തപ്പെട്ട ഉരസോട് കൂടിയവനും, മാറിടത്തോട് കൂടിയവനും. കൗസ്തുഭോദ്ഭാസിതാംഗം, കൗസ്തുഭമണി. ഉദ്ഭാസിതാംഗം, ഉദ്ഭാസിത അംഗം എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അങ്കാനി. കൗസ്തുഭമണിയാൽ, കൗസ്തുഭം എന്ന് പറയുന്ന രത്നത്താൽ ഉദ്ഭാസിതം പ്രകാശിക്കപ്പെടുന്ന അഥവാ പ്രകാശിക്കുന്ന അംഗത്തോടു കൂടിയവനും, ശരീരത്തോടു കൂടിയവനും. അംഗം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം ഉപയോഗിക്കാം. അംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകാലുകളായ അംഗങ്ങൾ, അങ്കാനി.
അവയവങ്ങൾ ഇവിടെ നമുക്ക് ശരീരം എന്ന് എടുക്കാവുന്നതാണ്. കൗസ്തുഭോദ്ഭാസിതാംഗം, കൗസ്തുഭമണിയാൽ പ്രകാശിക്കപ്പെടുന്ന ശരീരത്തോടു കൂടിയവനും അല്ലെങ്കിൽ അംഗങ്ങളോട് കൂടിയവനും. പുണ്യോപേതം, പുണ്യ ഉപേതം, പുണ്യോപേതം, പുണ്യയുധം. പുണ്യോപേതം പറഞ്ഞാൽ പുണ്യവാനായിട്ടുള്ളവനും, അഥവാ പുണ്യയുധം, പുണ്യം ചേർന്നിട്ടുള്ളവൻ എന്ന് പറയാം. അല്ലെങ്കിൽ പുണ്യാത്മാക്കളാൽ ഉപേത, പുണ്യാത്മാക്കളാൽ അഥവാ പുണ്യാത്മാക്കൾ അടുത്തു നിൽക്കുന്നവനും, പുണ്യാത്മാക്കളാൽ ചുറ്റപ്പെട്ടവനും. ചുറ്റപ്പെടുന്നതിൽ വേഷ്ടയതി, വേഷ്ടനം, പരിവേഷ്ടനം എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ ഉപേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യയുധം, പുണ്യം ഉള്ളവനായിട്ടുള്ളവൻ. പുണ്യോപേതം അഥവാ പുണ്യം ചേർന്നിട്ടുള്ളവൻ, പുണ്യം ചേർന്നിട്ടുള്ളവൻ അഥവാ പുണ്യവാനായവനും, അല്ലെങ്കിൽ പുണ്യം ചെയ്ത ജനങ്ങൾ അടുത്തുള്ളവനും. പുണ്യോപേതം, ഉപേതം അടുത്തുള്ള അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള, പുണ്യയുധം, പുണ്യയുക്തം എന്നർത്ഥം. അപ്പോൾ പുണ്യം നിറഞ്ഞിട്ടുള്ളവനും, അല്ലെങ്കിലോ പുണ്യം ചെയ്ത ആത്മാക്കളാൽ, വ്യക്തികളാൽ അടുത്ത് നിൽക്കപ്പെടുന്നവനും, അഥവാ പുണ്യാത്മാക്കൾ ഭഗവാന്റെ അടുത്തിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കാം. പിന്നെയോ പുണ്യോപേതം, പുണ്യക ഉപേതം. പുണ്ടരീകായതാക്ഷം, പുണ്ടരീകം ആയത അക്ഷം, പുണ്ടരീകായതാക്ഷം, പുണ്ടരീകം പത്മം, താമര. ആയതം നീണ്ടു വിടർന്ന. പുണ്ടരീകം, ആയത, അക്ഷം, അക്ഷം കണ്ണ്, നേത്രം. തസ്യ നേത്രേ, ഭഗവതക നേത്രയെ, ഭഗവാന്റെ കണ്ണുകൾ, രണ്ട് നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്, നേത്രം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ ഏതിന് തുല്യമാണ്? ഇതുപോലെ ഇരിക്കുന്നു. പുണ്ടരീക തുല്യം. സോ പുണ്ടരീകായതാക്ഷം, പുണ്ടരീകം താമര, ആയത നീണ്ടത്, നീണ്ടു വിടർന്നത്, അക്ഷം കണ്ണ്. അപ്പം വിടർന്ന താമര ഇതുപോലെയുള്ള കണ്ണുകളോടുകൂടിയവനും. വിഷ്ണു വന്ദേ സർവലോകൈകനാഥം, മുൻ ശ്ലോകത്തിൽ വന്നിട്ടുണ്ട്. വിഷ്ണു വന്ദേ, അങ്ങനെയുള്ള വിഷ്ണുവിനെ എങ്ങനെയും പിന്നെയോ ഭഗവാൻ അഭിജ, അതുമാത്രമല്ലല്ലോ സർവലോകൈകനാഥൻ, സർവലോകത്തിൻ്റെയും ഏകനാഥനായിട്ടുള്ള, ഒരേ ഒരു രക്ഷകനായിട്ടുള്ള, ഒരേ ഒരു നെടുന്തൂണായി വർത്തിക്കുന്ന ആ ഭഗവാനായ വിഷ്ണുവിനെ വിഷ്ണു വന്ദേ, അഹം വന്ദേ എന്നർത്ഥം. ഒരിക്കൽ കൂടെ ചൊല്ലാം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ധ്യാനശ്ലോകം തീർന്നില്ല, ഇനിയും 2 ശ്ലോകങ്ങളൂടെ ബാക്കിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.